ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ഇതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് കീറിക്കളയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടാൽക്കം പൗഡറിൻ്റെ ടിന്നിൽ ഇന്ന് നമ്മളൊരു ഡോൾ ഫേസ് ആണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിതിൽ ഡോളിൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മളതിൽ പുരികവും മൂക്കും ചുണ്ടും ഒക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിനകത്തുള്ള ഇത് രണ്ടും നമ്മൾ ഒരേ അളവിലൊന്ന് എടുക്കുകയാണ്. അത് രണ്ടും ഒരേ അളവിൽ എടുത്തതിന് ശേഷം നമുക്കത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഇതിൽ നമുക്ക് എയർ ഡ്രൈ ക്ലേ ഒന്ന് വെച്ച് കൊടുക്കണം. ക്ലേ വെച്ച് നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ തൊട്ടാണ് നമ്മളിത് ശരിയാക്കി എടുക്കുന്നത്. പിന്നീട് നമ്മളിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ചുണ്ടിനും ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ക്ലേ എടുത്ത് ഇവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഡോളിൻ്റെ കവിളുകളിലും നമ്മൾ ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഡോളിൻ്റെ നെറ്റിയിലും ക്ലേ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കണ്ണുകളാണ് ചെയ്തു കൊടുക്കുന്നത്. ക്ലേ വെച്ച് നമ്മളങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളൊന്നും ചെയ്യാറില്ല. അപ്പം നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മളതിൻ്റെ കണ്ണുകളും ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ക്ലേ കുറച്ചും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെയാണ് ക്ലേ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിതിൽ മുഴുവനായും ഈ ഒരു കളർ പെയിൻറ്റ് 2 കോട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. ഒരു കോട്ട് പെയിൻറ്റ് കൊടുത്തെടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുത്തെടുക്കണം. രണ്ട് കോട്ട് പെയിൻറ്റ് കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കവിളിലെല്ലാം റെഡ് കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ പെയിൻറ്റ് ചെറുതായിട്ടേ നമ്മളൊന്ന് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിനി ചുണ്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ണിനകത്ത് വൈറ്റ് കളർ പെയിൻറ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കണ്ണിനകത്ത് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തെടുത്തു. ഇനി നമ്മൾ പുരികത്തിലെല്ലാം ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് കണ്ണിലെ കൃഷ്ണമണി എല്ലാം ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാഡ്ജിൽ നിന്നും സാറ്റേൺ റിബണിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 2 സാറ്റൻ റിബണിൻ്റെ പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതിൽ മുടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് കോട്ടനാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതിൽ മുടിയായിട്ട് ബ്ലാക്ക് കളർ വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വൂളൻ ത്രെഡ് ബ്ലാക്ക് കളർ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത്. വൂളൻ ത്രെഡാണ് ഒട്ടിച്ചെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഡോള് ഒന്നും കൂടെ ഭംഗിയായേനെ. ഇപ്പം നമ്മൾ അതെല്ലാം ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ലൈസ് ബോ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളത് ബോ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 അറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ നിന്നും ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് രണ്ടും നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതും കൂടെ നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് രണ്ടും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ പേപ്പർ ബാഗിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വള്ളിയാണിത്. ഇത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു മുത്തും കൂടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ടാൽക്കം പൗഡറിൻ്റെ ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.